ചില മനുഷ്യരുണ്ട്, ലോകം അവർക്ക് ചുറ്റും വേഗത്തിൽ ചലിക്കുമ്പോഴും ഒരു നിശ്ചല ചിത്രം പോലെ ഒരിടത്ത് തന്നെ തങ്ങിപ്പോയവർ. 2024 പുറത്തിറങ്ങിയ യോളോ എന്ന ചൈനീസ് ചിത്രം അത്തരമൊരു ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഇത് സാധാരണ ഒരു സിനിമയല്ല. ജീവിതത്തിൽ പരാജയപ്പെട്ട് ആത്മവിശ്വാസം ഒക്കെ പോയി ഇനി ഒന്നും ശരിയാവില്ല എന്ന് കരുതി വീട്ടിലിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്നത് എന്നതിന്റെ പച്ചയായ ആവിഷ്കാരമാണ്. സിനിമയിലെ നായിക ദുലങ് നമ്മളിൽ പലരുടെയും പ്രതിനിധിയാണ്. സ്വന്തം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഭക്ഷണത്തിലും ഉറക്കത്തിലും അഭയം കണ്ടെത്തിയ ദുലെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന അച്ഛനും അമ്മയ്ക്കും ഒപ്പം ആ കെട്ടിടത്തിന് മുകളിലായിരുന്നു അവളുടെ താമസം. വളരെ വൈകി ഉണർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഓരോ ചലനവും CCTV ക്യാമറയിലൂടെ ഒരാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കസിൻ ഡുഡു, കൂടെ അവളുടെ അമ്മയും സഹോദരിയും. ഒരു ചാനലിൽ ജോബ് സെർച്ച് റിയാലിറ്റി ഷോ ചെയ്യുന്ന ഡുഡുവിന് 10 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന ദുലയുടെ ജീവിതം തന്റെ പരിപാടിക്ക് നല്ലൊരു വിഷയമാണെന്ന് തോന്നി. ജോലിയില്ലാതെയും ജോലിക്ക് പോകാതെയും ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിപാടി ആയതുകൊണ്ട് ദുലയെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോയാൽ ഇതിലൂടെ മാനേജറെ ഇംപ്രസ് ചെയ്ത് തന്റെ ജോലി സ്ഥിരപ്പെടുത്താനാണ് ഡുഡുവിന്റെ പ്ലാൻ. മാത്രമല്ല ദുലയുടെ അമ്മയും സഹോദരി ലേഡനും നിർബന്ധിച്ചതുകൊണ്ട് കൂടിയാണ് അവളിവിടെ വന്നിട്ടുള്ളത്. ദുലയുടെ അമ്മയ്ക്ക് മകളുടെ ഈ ഒരു കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. മകൾ ഒരു ജോലിക്ക് പോകണമെന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്നും ആ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റാരുമായും ഒരു ബന്ധവുമില്ലാതെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്ത ദുലയുടെ ലൈഫ് ഡുഡുവിനൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. തന്റെ മാനേജറെ കാണിക്കാൻ ദുലയെ ഒരു അഭിമുഖത്തിനായിട്ട് അവൾ തിരഞ്ഞെടുത്തു. അമ്മയുടെ സഹോദരിയുടെ നിർബന്ധത്തിന് വഴങ്ങി ദുലെ ആ അഭിമുഖത്തിന് സമ്മതിച്ചു. മകൾ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ജോലി നോക്കണമെന്ന ആഗ്രഹമുള്ള അമ്മ ദുലയുടെ അനുവാദം പോലും ചോദിക്കാതെയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. അഭിമുഖം തുടങ്ങിയപ്പോൾ തന്നെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങിയത് ദുലയെ വല്ലാതെ അസ്വസ്ഥതയാക്കി. തന്നെ അപമാനിക്കുകയാണെന്ന് തോന്നിയ അവൾ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും സഹോദരൻ ലേഡൻ രൂക്ഷമായ ഭാഷയിൽ അവളെ നേരിട്ടു. 32 വയസ്സായിട്ടും മാതാപിതാക്കളുടെ ചിലവിൽ കഴിയുന്ന നിനക്ക് നാണമില്ലേ? ഈ വീടിന് തന്നെ നീ ഒരു ഭാരമാണ്. ലേഡന്റെ ഈ വാക്കുകൾ ദുലയെ വല്ലാതെ വേദനിപ്പിച്ചു. ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അവൾ കാമുകനായ ഷാനെ വിളിച്ചു. ഉറക്കത്തിലായിരുന്ന അവനോട് ലൊക്കേഷൻ അയക്കാമെന്നും അങ്ങോട്ട് വരണമെന്നും പറഞ്ഞു. പിന്നീട് തന്റെ ഏക സുഹൃത്തായ ലില്ലിയെയും വിളിച്ചു. എന്നാൽ ദുലെ അറിയാത്ത ഒരു വലിയ വഞ്ചന അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഷാനും ലിലിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് മാത്രമല്ല, ലിലി ഗർഭിണിയുമാണ്. അവരുടനെ വിവാഹം കഴിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ ദുലയോട് പറയുമെന്ന ആശങ്കയിലായിരുന്നു രണ്ടുപേരും. കുറച്ചു കഴിഞ്ഞ് ഷാനും ലിലിയും ദുലെ പറഞ്ഞ പ്രകാരം റെസ്റ്റോറന്റിലെത്തി. ദുലെ വല്ലാതെ മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ദുലെ ഒന്ന് റെസ്റ്റ് റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ഷാനും ലിലിയും സംസാരിക്കുകയാണ്. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അവളുടെ കാമുകനെ തട്ടിയെടുത്തെന്ന് മറ്റുള്ളവർ പറയാൻ ഇടവരരുത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംസാരം വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് ഷാനിനോട് ലിലി പറയുകയാണ്. തിരിച്ചു വന്ന ദുലയോട് ഷാൻ പറയുകയാണ്, നമുക്ക് പിരിയാം. ദുലെ ഒരു ഞെട്ടലോട് കൂടിയാണ് ഇത് കേട്ടത്. അവൾ ഷാനിന്റെ ഫോൺ ഉടൻ തിരിച്ചു വാങ്ങി. അവൾ ആ വേദനിപ്പിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. ലിലി പ്രഗ്നന്റ് ആണെന്നും 8-ാം തീയതി അവർ വിവാഹിതരാകാൻ പോവുകയാണെന്നും അറിഞ്ഞതോടെ ദുലെ ആകെ തകർന്നു. ദേഷ്യത്തിലും നിരാശയിലും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഈ സമയം ലിലി പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട്, വിവാഹത്തിന് നീ തീർച്ചയായും വരണം. കൂടാതെ എന്റെ ബ്രൈഡ് മെയ്ഡ് ആവുകയും വേണം. ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ ഒരു വഞ്ചകയായിട്ട് കാണും. മാനസികമായി തകർന്ന അവൾ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. പിറ്റേന്ന് വീട്ടിലെത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ദുലയ്ക്ക് നൽകിയ സ്വത്തിന്റെ പവർ ഓഫ് അട്ടോണി തന്റെ മകളുടെ സ്കൂൾ അഡ്മിഷനായി നൽകണമെന്ന് ലേഡൻ ആവശ്യപ്പെട്ടു. ദുലെ അത് ഗൗനിച്ചില്ലെങ്കിലും അമ്മ നിർബന്ധിച്ചപ്പോൾ അവൾ ഒരു രഹസ്യം പുറത്തുവിട്ടു. ലേഡൻ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയാണെന്നും അവളുടെ മകൾ സുഷി അയാളുടേതല്ലെന്നും. ഇത് വലിയൊരു വഴക്കിലാണ് കലാശിച്ചത്. ഒടുവിൽ അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. അവൾ തന്റെ ബാഗുകളെല്ലാം പാക്ക് ചെയ്തു. ഈ സമയം അമ്മ അവൾക്ക് കുറച്ച് പണം നൽകിയെങ്കിലും അവൾ അത് തിരിച്ച് അമ്മയ്ക്ക് തന്നെ നൽകി. അങ്ങനെ അവൾ ഒരു വാടക വീട് കണ്ടെത്തി. പക്ഷേ അതിന് 1500 യുവാനായിരുന്നു വാടക. അവളുടെ കയ്യിൽ അത്രയും പണമില്ലായിരുന്നു. തന്റെ അഭിമാനം മാറ്റിവെച്ച് അമ്മയോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ ഒരു മെസ്സേജ് വന്നത്. മോളെ, നിന്റെ തീരുമാനത്തിലും നിശ്ചയദാർഢ്യത്തിലും എനിക്ക് ഇപ്പോഴാണ് അഭിമാനം തോന്നുന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് പണം ചോദിക്കാൻ തോന്നിയില്ല. എങ്കിലും അമ്മ അവൾക്ക് ചോദിക്കാതെ തന്നെ 2000 യുവാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പണം കൊണ്ട് അവൾ ഒരു വീട് വാടകയ്ക്കെടുത്തു. പിന്നീട് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ വെയിറ്ററായി ജോലിക്ക് കയറുകയും ചെയ്തു. ഒരു ദിവസം ജോലി ചെയ്യുന്നതിനിടെ ഉടമയുടെ കാറിൽ നിന്നും സിഗരറ്റ് എടുക്കാൻ അവളെ പറഞ്ഞയച്ചു.
തടിച്ച ശരീരപ്രകൃതി ആയതിനാൽ കാറിനുള്ളിൽ കയറാൻ അവൾക്ക് നന്നേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കടയുടെ മുന്നിൽ ഒരാൾ മൂത്രമൊഴിക്കുന്നത് കണ്ട് അവൾ കാറിനുള്ളിൽ ഒളിച്ചിരുന്നു. അബദ്ധത്തിൽ അവളുടെ ശരീരം കാറിന്റെ ഹോണിൽ തട്ടി. അതോടെ കാറിന്റെ ഹെഡ്ലൈറ്റുകളും വൈപ്പറും പ്രവർത്തിക്കാൻ തുടങ്ങി. മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്ന അയാൾ പരിഭ്രമിച്ചു. ശേഷം അയാൾ ദേഷ്യത്തോടെ കാറിന്റെ അടുത്തേക്ക് നീങ്ങി കാറിന്റെ ഗ്ലാസിൽ മുട്ടി. ദുലൈ ഗ്ലാസ് താഴ്ത്തി പറഞ്ഞു, എനിക്കിതൊന്നും ഓഫ് ചെയ്യാൻ അറിയില്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്, ഇത് ഓഫ് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? സഹതാപം തോന്നിയ അയാൾ കാറിനുള്ളിൽ കയറിയെങ്കിലും അത് ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപാട് ശ്രമിച്ചെങ്കിലും സാധിക്കാത്തത് കാരണം അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അയാൾ അവിടെ മറന്നുവെച്ച ബോക്സിംഗ് ഗ്ലൗസ് ദുലൈ കണ്ടു. അടുത്ത ദിവസം അവൾ അത് തിരികെ നൽകാനായി ജിമ്മിലെത്തി. അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് ദുലൈ ജിമ്മിൽ ചേരാൻ വന്നതാണെന്ന് കരുതി അവൾക്ക് മെമ്പർഷിപ്പിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴാണ് അയാൾ അങ്ങോട്ട് വരുന്നത്. അയാളുടെ പേര് ഹാവോക്കുൻ എന്നായിരുന്നു. അവൾ മറന്നുവെച്ച ബോക്സിംഗ് ഗ്ലൗസ് അയാൾക്ക് കൊടുത്തു. അങ്ങനെ അവർ പരിചയപ്പെട്ടു. ഹാവോക്കുനോട് അവൾക്ക് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇതിന് ആക്കം കൂട്ടാനെന്നോണം റിസപ്ഷനിസ്റ്റ് ഹാവോക്കുനിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ദുലൈക്ക് കൈമാറുന്നുണ്ട്. ദുലൈൻ അവിടെ നിന്ന് പോയതിനു ശേഷം റിസപ്ഷനിസ്റ്റ് ഹാവോക്കുനിനെ ഇത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലാതിരുന്ന ദുലൈൻ ഹാവോക്കുനിന്റെ ഫോട്ടോസും പോസ്റ്റും ഒക്കെ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ കൈത്തട്ടി ഒരു ഫോളോ റിക്വസ്റ്റ് കൂടി പോകുന്നുണ്ട്. പറ്റിയ അബദ്ധം ഓർത്ത് അവൾ ആകെ പരിഭ്രാന്തിയിലായി. ഇതേ സമയം ഹാവോക്കുനിനെ കാണിക്കുമ്പോൾ ജിമ്മിലെ മെമ്പർഷിപ്പുകളുടെ എണ്ണം കുറഞ്ഞു വന്നതോടെ ഉടമ കടുത്ത നിലപാടിലായിരുന്നു. ഓരോ കോച്ചും നിശ്ചിത എണ്ണം ആളുകളെ ജിമ്മിൽ എത്തിക്കണമെന്നത് ഒരു നിർബന്ധമാക്കി. എന്നാൽ ഹാവോക്കുൻ ഇതിൽ പരാജയപ്പെട്ടതിനാൽ അയാൾക്ക് മാനേജ്മെന്റിൽ നിന്നും വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട ഹാവോക്കുൻ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു. പിറ്റേന്ന് ഹാവോക്കുൻ ദുലൈക്ക് ഒരു മെസ്സേജ് വിടുകയാണ്. നാളെ വിശേഷിച്ചൊന്നുമില്ലെങ്കിൽ ഒന്ന് പാർക്കിൽ വെച്ച് കാണാമോ എന്ന് ചോദിച്ചിട്ട്. ദുലൈൻ മറുപടി പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും തന്റെ സഹപ്രവർത്തകരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ നിന്നെ പ്രണയിക്കുന്നത് കൊണ്ടല്ല വിളിക്കുന്നത്, ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയാണ് എന്ന് അവർ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഹാവോക്കുനിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്ന ദുലൈ ആ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അവൾ വലിയ പ്രതീക്ഷയോടെ പാർക്കിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഹാവോക്കുനിന്റെ ജിം ഓണർ ലിയാൻ ഒരു പ്രൊമോഷണൽ ഇവന്റ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എംപ്ലോയീസിന് പിങ്ക് ടീഷർട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഹാവോക്കുനിനെ അത് ധരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഇതിനെ ചൊല്ലി ജിം ഓണർ ഹാവോക്കുനിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിർത്തിപ്പോകാനാണ് അയാൾ പറയുന്നത്. അങ്ങനെ ദുലൈയെ കാണാനായിട്ട് ഹാവോക്കുൻ എത്തുകയാണ്. അവിടെ വെച്ച് അവർ ഒരുമിച്ച് നടക്കുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. ഹാവോക്കുൻ തന്നെ കാണാൻ വന്നതും സംസാരിക്കുന്നതും എല്ലാം ഫോട്ടോ എടുത്തും മെസ്സേജ് അയച്ചും കൂട്ടുകാരിയെ അറിയിക്കാൻ അവൾ മറന്നില്ല. സംസാരത്തിനിടയിൽ ഹാവോക്കുൻ തന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും ബോക്സിങ്ങിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും വിജയികളെ മാത്രമേ കാണുന്നുള്ളൂ ദുലൈ. തോറ്റു പോകുന്നവന്റെ സ്വപ്നങ്ങൾക്ക് ഇവിടെ ആരും വില കൽപ്പിക്കുന്നില്ല, അവൻ വികാരധീനനായി പറഞ്ഞു. ഒരു ബോക്സിംഗ് മത്സരത്തിൽ റിങ്ങിനുള്ളിൽ നിന്ന് ഒരിക്കലെങ്കിലും കൈകൾ ഉയർത്തി വിജയം ആഘോഷിക്കണമെന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന് അവൻ അവളോട് തുറന്നു പറഞ്ഞു. തന്റെ കഴിവിൽ വിശ്വസിക്കാത്ത ലോകത്തോട് താൻ ആരാണെന്ന് തെളിയിക്കണമെന്ന അവന്റെ ആഗ്രഹം കേട്ടപ്പോൾ ദുലൈയുടെ ഉള്ളിൽ വലിയ അനുകമ്പ തോന്നി. അങ്ങനെ ഹാവോക്കുൻ തന്റെ ജിമ്മിലെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ദുലൈ അവിടെ മെമ്പർഷിപ്പ് എടുത്തു. കൂടാതെ അവനെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാലോ. അതോടെ ഹാവോക്കുൻ അവളുടെ പേഴ്സണൽ ട്രെയിനറായി മാറി. ശാരീരികമായി ഒട്ടും വഴക്കമില്ലാതിരുന്ന ദുലൈക്ക് ആ പരിശീലനം അത്യന്തം കഠിനമായിരുന്നു. ഹാവോക്കുനും ദുലൈക്കും ഇടയിലുള്ള ഒരു കെമിസ്ട്രി മനസ്സിലാക്കിയ റിസപ്ഷനിസ്റ്റ് അവരെ ഒന്നിപ്പിക്കാനായിട്ട് ഹാവോക്കുൻ എഴുതിയതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നോട്ട് ആരും അറിയാതെ ദുലൈയുടെ ബാഗിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ആ നോട്ട് കയ്യിൽ കിട്ടിയ ദുലൈ അത്യന്തം സന്തോഷവതിയാണ്. അതിനിടെയാണ് ജിമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക ബോക്സിംഗ് മത്സരം നടക്കുന്നത്. അതിൽ ജയിക്കുന്നവർക്ക് മാത്രമേ നഗരത്തിലുള്ള വലിയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കൂ. റിങ്ങിൽ തന്റെ സർവ്വ കരുത്തും ഉപയോഗിച്ച് അയാൾ പോരാടിയെങ്കിലും എതിരാളിയായ കോച്ച് തിയാൻ ഹ്യൂവിനോട് അയാൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. റിങ്ങിൽ സഹമത്സരാർത്ഥിയുടെ വിജയത്തിൽ ഹാവോക്കുൻ പങ്കുചേരുന്നുണ്ടെങ്കിലും തന്റെ സ്വപ്നങ്ങൾ കൺമുന്നിൽ തകരുന്നത് കണ്ട ഹാവോക്കുൻ മാനസികമായി ആകെ തകർന്നുപോയിരുന്നു. മത്സരശേഷം കടുത്ത നിരാശയിലായ ഹാവോക്കുൻ മധ്യത്തിൽ അഭയം പ്രാപിച്ചു. താൻ ഒരു പരാജയമാണെന്നും തന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കില്ലെന്നും അയാൾ പുലർന്നിക്കൊണ്ടിരുന്നു. അവന്റെ സങ്കടങ്ങളും നിസ്സഹായതയും കണ്ട ദുലൈ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടെയാണ് ദുലൈക്ക് ഡുഡുവിന്റെ കോള് വരുന്നത്. പഴയ ചാനൽ റിയാലിറ്റി ഷോയിലേക്ക് ക്ഷണിക്കാനായിരുന്നു അത്. പക്ഷേ ദുലൈ അതിൽ നിന്നും ഒഴിഞ്ഞുമാറി. ലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട
ഹാവോ കുഞ്ഞെ ദുലെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവൾ അവനെ താങ്ങി പിടിച്ച് തന്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ രാത്രിയിൽ ആ സങ്കടങ്ങൾക്കിടയിൽ അവർ ശാരീരികമായും മാനസികമായും ഒന്നായി മാറി. പിറ്റേന്ന് രാവിലെ തന്റെ വീട്ടിൽ ഹാവോ കുന്റെ സാന്നിധ്യം ദുലയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായി തനിക്കൊരാൾ ഉണ്ടെന്ന തോന്നൽ അവളിൽ പ്രണയം നിറച്ചു. ഹാവോക്കുൻ തന്റെ കൂടെ താമസിക്കാൻ വരുന്നത് ദുലെ ഒരു വലിയ ഭാഗ്യമായി കരുതി. ഹാവോക്കുൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും തന്റെ ജീവിതം ഇനി അവനോടൊപ്പമാണെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. ഹാവോക്കുന്റെ തകർന്ന സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ ദുലെ എന്തിനും തയ്യാറായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവൻ റിങ്ങിൽ തോറ്റു നിൽക്കുന്നത് കാണാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്റെ കൈവശമുള്ള സമ്പാദ്യമെല്ലാം സമാഹരിച്ച് അവൾ ജിമ്മിലെ വിജയിയായ കോച്ച് ടിയാൻഹുവിനെ ചെന്ന് കണ്ടു. ഹാവോക്കുന് ഒരു അവസരം കൂടി നൽകണമെന്നും അതിനായി താൻ പണം നൽകാമെന്നും അവൾ അപേക്ഷിച്ചു. ഒടുവിൽ ടിയാൻഹു അത് സമ്മതിച്ചു. ഹാവോക്കുൻ വീണ്ടും ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. താൻ കാരണമാണ് ഈ അവസരം ലഭിച്ചതെന്ന് അവൾ അവനോട് വെളിപ്പെടുത്തിയിട്ടില്ല. പകരം അവന്റെ കഴിവിനുള്ള അംഗീകാരമാണിതെന്ന് അവൻ വിശ്വസിച്ചു. മത്സരത്തിലേക്ക് അവസരം കിട്ടിയ വിവരം അവൻ ദുലയെ വിളിച്ചു പറഞ്ഞു. ഈ സമയം ദുലയ്ക്ക് വലിയ സന്തോഷമായി. മത്സരത്തിനു വേണ്ടി ബോഡി ഫിറ്റാക്കാൻ ഹാവോക്കുന് ധാരാളം പ്രയത്നിക്കേണ്ടതുണ്ട്. അവനെ ഒരു യഥാർത്ഥ അത്ലറ്റാക്കി മാറ്റാൻ ദുലെ തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. ഹാവോക്കുന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ബോക്സിംഗ് കിറ്റുകൾക്കും വേണ്ട പണം അവൾ തന്റെ ജോലിയിൽ നിന്നും മറ്റും കണ്ടെത്തി. ബോക്സിംഗ് മത്സരത്തിന് ആവശ്യമായ ഭാരം നിലനിർത്താൻ ഹാവോക്കുന് കൃത്യമായ ഡയറ്റ് ആവശ്യമായിരുന്നു. അവന് വേണ്ടി പോഷകസമ്പന്നമായ ഭക്ഷണം ദുലെ സ്വന്തമായി പാകം ചെയ്തു. സ്വന്തം ആവശ്യങ്ങൾക്കായി ഒരു രൂപ പോലും ചെലവാക്കാതെ അവൾ അവനു വേണ്ടി എല്ലാം കരുതി വെച്ചു. അങ്ങനെ മത്സര ദിവസം വന്നെത്തി. അവിടെ വെച്ചാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത്. ഹാവോക്കുൻ എതിരാളിയുടെ പിതാവുമായി രഹസ്യമായി സംസാരിക്കുന്നത് ദുലെ കണ്ടു. കേവലം 30,000 യുവാൻ പണത്തിനു വേണ്ടി തന്റെ ആത്മാഭിമാനവും വർഷങ്ങളായുള്ള സ്വപ്നവും വിൽക്കാൻ ഹാവോക്കുൻ തയ്യാറായിരിക്കുന്നു. മത്സരത്തിൽ ബോധപൂർവം തോറ്റുകൊടുക്കാനും ആ പണം വാങ്ങി ബോക്സിംഗിൽ നിന്ന് വിരമിക്കാനുമായിരുന്നു അവന്റെ പദ്ധതി. താൻ അത്രയധികം കഷ്ടപ്പെട്ടതും തന്റെ സമ്പാദ്യമെല്ലാം ചെലവാക്കി അവന് അവസരം വാങ്ങി നൽകിയതും അവനൊരു വിജയമായി കാണാനായിരുന്നു. സങ്കടവും ദേഷ്യവും അടങ്ങാനാവാതെ അവൾ ഹാവോക്കുന്റെ അടുത്തേക്ക് ചെന്നു. ഹാവോക്കുൻ, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ബോക്സിംഗ് നിന്റെ സ്വപ്നമാണെന്ന് നീ പറഞ്ഞിട്ടില്ലേ? ഒരിക്കലെങ്കിലും ഒന്ന് വിജയിച്ചു കാണാൻ നീ ആഗ്രഹിച്ചിട്ടില്ലേ? ജീവിതത്തിൽ ഒരേയൊരു തവണയെങ്കിലും നീ നിനക്ക് വേണ്ടി പൊരുതൂ. പണത്തിനു വേണ്ടി നീ നിന്റെ കഴിവിനെ ചതിക്കരുത്. തോറ്റാലും സാരമില്ല, പക്ഷെ പൊരുതി തോൽക്കൂ. ദുലയുടെ വാക്കുകൾ ഹാവോക്കുനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. നീ ആരെയാണ് ഈ ഉപദേശിക്കാൻ നോക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ ജീവിതത്തിൽ തലയിടാൻ വരരുത്. പിന്നെ നമ്മുടെ ബന്ധം ഒരു മുറിയിൽ ഒരുമിച്ച് താമസിച്ചെന്ന് കരുതി നീ എന്നെ ഭരിക്കാൻ വരികയാണോ? ഹാവോക്കുന്റെ ഈ വാക്കുകൾ അവളെ വല്ലാതെ തളർത്തി. താൻ ദൈവത്തെ പോലെ കരുതിയ മനുഷ്യൻ വെറും ഒരു വഞ്ചകനാണെന്നും തന്റെ സ്നേഹത്തിനായി ഒരു വിലയും കരുതിയിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ ദുലെ നിറ കണ്ണുകളോടെ അവിടെ നിന്നും പോയി. പിന്നീട് റിങ്ങിൽ നടന്നത് അതിലും ദയനീയമായിരുന്നു. ഹാവോക്കുൻ കരുതിയത് ആദ്യത്തെ 2 റൗണ്ടുകളിൽ പൊരുതി നിൽക്കാമെന്നും 3-ാം റൗണ്ടിൽ തോറ്റുകൊടുക്കാമെന്നുമാണ്. എന്നാൽ പൊരുതാനുള്ള ആർജവം പോലും നഷ്ടപ്പെട്ട ഹാവോക്കുൻ ആദ്യ റൗണ്ടിന്റെ തുടക്കത്തിൽ തന്നെ എതിരാളിയുടെ ഒരൊറ്റ പഞ്ചിൽ തളർന്നു വീണു. തോറ്റുകൊടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിധം അയാൾ അപമാനിതനായി നോക്കൌട്ടായി. ഹാവോക്കുന്റെ പരാജയവും അവന്റെ വഞ്ചനയും ഏൽപ്പിച്ച ആഘാതത്തിൽ ദുലെ തന്റെ ജോലിസ്ഥലമായ റെസ്റ്റോറന്റ് തിരിച്ചെത്തി. മനസ്സ് നിറയെ സങ്കടവും ദേഷ്യവുമായിരുന്ന ആ സമയത്ത് റെസ്റ്റോറന്റ് ഉടമ അവളെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന അയാൾ അവളോട് അങ്ങേയറ്റം അനാദരവോടും മോശമായാണ് പെരുമാറിയത്. ദേഷ്യം വന്ന ദുലെ തന്നെ തൊടാൻ ശ്രമിച്ച ഉടമയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ഉടമ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ദുലയെ അറസ്റ്റ് ചെയ്യുകയും അവൾക്ക് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു. ഈ സമയം അവളെ പുറത്തിറക്കിയത് കസിൻ ഡുഡു ആയിരുന്നു. ഡുഡുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ജോലി സ്ഥിരപ്പെട്ടിട്ടില്ലെന്ന കാര്യം ദുലൈൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ഇത്രയും സഹായം ചെയ്ത ഡുഡുവിന് വേണ്ടി ഒരു സഹായം ചെയ്യാമെന്ന് ദുലൈൻ തീരുമാനിക്കുകയാണ്. അവളുടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാമെന്ന കാര്യം അവളോട് പറയുന്നു. ഇത് കേട്ട ഡുഡു അവളെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. നീയാണ് എന്റെ ജീവിതം രക്ഷിച്ചതെന്നും ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും അവൾ പറയുന്നുണ്ട്. ദുലെ ആ സ്റ്റേജ് റിയാലിറ്റി ഷോയുടെ ഭാഗമായി വേദിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഡുഡു അവളോട് പറയുന്നുണ്ട്, ഒന്നും പേടിക്കേണ്ട, എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞു തന്നതുപോലെ മാത്രം പറഞ്ഞാൽ മതി. ആങ്കർ അവളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തു. കുറച്ച് ഭയത്തോടെയാണ് അവൾ കാണികളുടെ മുന്നിലേക്ക് എത്തിയത്. ജഡ്ജസ് അവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം അവൾ ഡുഡു പറഞ്ഞതുപോലെയാണ് ഉത്തരം നൽകിയത്. ആ ഉത്തരങ്ങളെല്ലാം അവൾക്ക് പിന്നീട് വിനയായിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് അവർ മുമ്പ് അവളെ ഇന്റർവ്യൂ ചെയ്തൊരു വീഡിയോ അവിടെ പ്ലേ ചെയ്തത്. ദുലൈ തന്റെ അമ്മയെ അപമാനിക്കുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ അവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാണികളെല്ലാം അവളെ തെറ്റിദ്ധരിച്ചു. എല്ലാവരും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഈ സമയം ഡുഡു അവളോട് ബോധം കെട്ട് വീഴുന്നത് പോലെ അഭിനയിക്കാൻ പറഞ്ഞു. അവൾ അതുപോലെ ചെയ്തു. പക്ഷെ ഒരു ക്യാമറാമാൻ അവളെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അവൾ ഉള്ളിൽ വിങ്ങി പൊട്ടി കരയുകയായിരുന്നു. റിയാലിറ്റി ഷോയിലെ ആ വലിയ അപമാനം കൊണ്ട് തകർന്ന മനസ്സുമായി ദുലൈ തന്റെ വാടക മുറിയിലേക്ക് തിരിച്ചെത്തി. ആ സമയത്താണ്
ബോക്സിംഗ് ക്ലാസ്സിലെ ഒരു നോട്ടീസ് അവളുടെ കണ്ണിൽ പെടുന്നത്. ആ നോട്ടീസിലെ വാചകങ്ങൾ അവളോട് നിശബ്ദമായി ചോദിച്ചു, ഒരിക്കലെങ്കിലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? അത് അവൾക്ക് വെറും ഒരു വാചകമായിരുന്നില്ല. പിറ്റേന്ന് നേരെ അവൾ ജിം ക്ലാസ്സിലേക്ക് ചെന്നു. തനിക്ക് മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പോൾ ജിം ഉടമ അവളോട് ചോദിച്ചു, തടി കുറയ്ക്കാനാണോ? അല്ല, എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കണം. ആദ്യം അയാളൊന്ന് ചിരിച്ചു. ബോക്സിംഗ് എന്നത് കളിയല്ല, അതിന് ഫിസിക്കൽ റിസ്ക് ഒരുപാടുണ്ട്. അതിന്റെ അപകട സാധ്യതകളെ കുറിച്ചും അവളോട് പറഞ്ഞു. പക്ഷെ അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവളുടെ ആ ഉറച്ച തീരുമാനം കണ്ട് കോച്ച് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ പരിശീലനം നടത്താൻ അവൾക്കൊരു അവസരം കൊടുത്തു. ഇവർക്ക് പ്രായം അല്പം കൂടുതലല്ലേ? ഈ പ്രായത്തിൽ പ്രൊഫഷണൽ ബോക്സിംഗ് അസാധ്യമാണെന്ന് തോന്നുന്നില്ലേ എന്ന് മറ്റൊരു കോച്ച് ചോദിച്ചപ്പോൾ ജിം ഓണർ അവർക്ക് ചില ഡിസ്കൗണ്ടുകൾ അനുവദിച്ചുള്ള പരിശീലനം നടത്താൻ പറഞ്ഞു. അങ്ങനെ ദുലെ തന്റെ പരിശീലനം ആരംഭിച്ചു. പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്നതായിരുന്നു ദുലെയുടെ ലോകം. ഉറങ്ങിക്കിടക്കുന്ന നഗരത്തിലൂടെ കിലോമീറ്ററുകൾ നീണ്ട ഓട്ടം. ജിമ്മിലെത്തിയാൽ നിർത്താതെയുള്ള സ്കിപ്പിങ്ങും ഷാഡോ ബോക്സിംഗും കൃത്യമായ ആഹാരക്രമവും കഠിനമായ കാർഡിയോ വ്യായാമങ്ങളും ഒരു ശീലമാക്കി മാറ്റിയതോടെ ശരീരത്തിലെ അധിക കൊഴുപ്പ് ഓരോ ദിവസവും ഉരുകിത്തീർന്നു. വേദനയെ അവഗണിച്ച് മാസങ്ങളോളം തുടർന്ന ഈ അച്ചടക്കം 1 വർഷം തികഞ്ഞപ്പോൾ അവളെ തികച്ചും ഫിറ്റായ ഒരു ലേഡിയാക്കി മാറ്റി. അങ്ങനെ ഒരു ദിവസം ദുലെയുടെ അച്ഛൻ അവളെ കാണാനായി എത്തി. അവളുടെ ആ മാറ്റം കണ്ട് അച്ഛൻ വളരെ അതിശയപ്പെട്ടു. വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നും ഷോപ്പിൽ ഇപ്പോൾ തിരക്ക് കൂടുതലാണെന്നും സഹോദരിക്ക് ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോവാൻ കഴിയില്ലെന്നും അച്ഛൻ പറഞ്ഞു. കൂടാതെ അവളുടെ ഈ മാറ്റത്തിൽ താൻ ഏറെ അഭിമാനിക്കുന്നുണ്ടെന്നും അച്ഛൻ പറഞ്ഞു. ദുലെ കടയിലേക്ക് തിരികെ എത്തി. പക്ഷേ ദുലെയുടെ ആ മടങ്ങിവരവ് സഹോദരി ലേഡന് തീരെ ഇഷ്ടമായിട്ടില്ല. ദുലെയുടെ സ്വപ്നത്തെക്കുറിച്ച് അച്ഛൻ അഭിമാനത്തോടുകൂടി പറഞ്ഞപ്പോൾ ലേഡൻ പരിഹസിച്ചു. തടി കുറഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും വിവാഹം കഴിച്ചൊന്ന് വിജയിച്ചു കാണിക്കാനാണ് സഹോദരിയുടെ നിർദ്ദേശം. അങ്ങനെ വരാനിരിക്കുന്ന സിറ്റി ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അവൾക്കൊരവസരം നൽകാൻ ജിം ഉടമ തീരുമാനിച്ചു. അവളുടെ പേര് മത്സരപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ അദ്ദേഹം കോച്ചിനോട് പ്രത്യേക നിർദ്ദേശം നൽകി അവൾക്ക് കൂടുതൽ പരിശീലനം നൽകാൻ. ഒരു ദിവസം ദുലെ അപ്രതീക്ഷിതമായി ഹാവോകുനെ കാണുന്നുണ്ട്. താനൊന്ന് ഉപേക്ഷിച്ചു പോയ പഴയ തടിച്ചു പെണ്ണല്ല ഇന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് വിശ്വസിക്കാനായില്ല. അവളിലെ ആ മാറ്റം കണ്ട് അവൻ തെല്ലൊന്ന് അമ്പരന്ന് നിന്നു. പിന്നെ അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ ഓടാൻ തുടങ്ങി. എന്നാൽ ദുലൈൻ വിട്ടുകൊടുത്തില്ല. അവൾ ഓടി ഹാവോകുനെ ചേസ് ചെയ്ത് അവനെ തടഞ്ഞു നിർത്തി. കുറച്ചുനേരം അവർ മനസ്സ് തുറന്ന് സംസാരിച്ചു. ആ സംസാരത്തിനിടയിൽ അവൾ അവളുടെ സ്വപ്നത്തെക്കുറിച്ച് ഹാവോകുനോട് പറഞ്ഞു. പണ്ട് ഹാവോകുൻ ഉപേക്ഷിച്ചു പോയ ആ സ്വപ്നത്തെക്കുറിച്ച്. ഒരിക്കലെങ്കിലും തനിക്ക് റിങ്ങിലൊന്ന് വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അവളുടെ വാക്കുകളിലെ ആ നിശ്ചയദാർഢ്യം കേട്ട് ഹാവോകുൻ നിശബ്ദനായിപ്പോയി. താൻ നിസാരമായി തള്ളിക്കളഞ്ഞ ആ പെണ്ണ് ഇന്ന് എത്ര ഉയരത്തിലാണെന്ന് അവൻ ഒരു നിമിഷം തിരിച്ചറിഞ്ഞു. ദുലെ തന്റെ പരിശീലനം വീണ്ടും തുടർന്നു. ഓരോ ദിവസവും അവൾക്ക് അവളോട് തന്നെ വാശിയായിരുന്നു. 1 വർഷം നിശബ്ദമായി നടത്തിയ പരിശ്രമം അവളുടെ ശരീരത്തിലും മനസ്സിലും വലിയൊരു തെളിച്ചം കൊണ്ടുവന്നു. അങ്ങനെ കഠിനമായ പ്രയത്നത്തിലൂടെ ഫിറ്റും സ്ട്രോങ്ങുമായ ഒരു അത്ലറ്റിക് ബോഡി ദുലെ സ്വന്തമാക്കി. ആ ദിവസം വന്നെത്തി. ദുലെയുടെ എതിരാളിയായി റിങ്ങിലെത്തിയത് വെറും ഒരു ബോക്സർ അല്ലായിരുന്നു. 10 തവണ തുടർച്ചയായി വിജയങ്ങൾ കൊയ്ത തോൽവി എന്തെന്നറിയാത്ത ലിയോ എന്ന കരുത്തയായ പ്രോ ഫൈറ്റർ ആയിരുന്നു ദുലെയുടെ എതിരാളിയായി വന്നത്. പ്രൊഫഷണൽ റിങ്ങിലെ അനുഭവ സമ്പത്തും ചടുലമായ നീക്കങ്ങളുമുള്ള ലിയോയ്ക്ക് മുന്നിൽ ദുലെ ഒരു തുടക്കക്കാരി മാത്രമായിരുന്നു. ജിം ഓണർ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. പേടിക്കേണ്ട ദുലെ, നിനക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ പറയണം, നമുക്കിത് നിർത്താം. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല. ആദ്യ 2 റൗണ്ടുകൾ ദുലയെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായിരുന്നു. ലിയോയുടെ മുന്നിൽ ഒരു തുടക്കക്കാരിയുടെ എല്ലാ പതർച്ചയും അവളിൽ പ്രകടമായി. ലിയോയുടെ ഓരോ പ്രഹരവും ഇടിമിന്നൽ വേഗത്തിലാണ് അവളുടെ മേൽ പതിച്ചിരുന്നത്. അവ തടുക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള സമയം പോലും ദുലേക്ക് ലഭിച്ചിരുന്നില്ല. പലതവണ എതിരാളിയുടെ കരുത്തുറ്റ പഞ്ചുകൾ മുഖത്തേറ്റപ്പോൾ അവളുടെ ബോധം മറയുന്നത് പോലെ തോന്നി. ചോരയൊലിപ്പിച്ചുകൊണ്ട് അവൾ റിങ്ങിൽ പലതവണ മുട്ടുകുത്തി വീണു. ഗാലറിയിലുള്ളവർ അമ്പരപ്പോടെയും സഹതാപത്തോടെയുമാണ് ആ കാഴ്ച നോക്കി നിന്നത്. ഇവൾ ഇതിന് നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് പലരും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഓരോ തവണ വീഴുമ്പോഴും വേദന കൊണ്ട് ശരീരം വിറയ്ക്കുമ്പോഴും അവൾ പതറാതെ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ജിം ഓണർ അവൾക്കരികിലെത്തി രഹസ്യമായി പറഞ്ഞു, നിന്റെ ലെഫ്റ്റ് പഞ്ച് ആണ് നിന്റെ കരുത്ത്. അത് കൃത്യമായി നീ ഉപയോഗിക്കണം. അവസാന റൗണ്ടിൽ ലിയോയുടെ ശക്തമായ പല പഞ്ചുകളും ദുലെ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ ലിയോയുടെ പഞ്ചുകൾക്ക് മറുപടിയായി ദുലെ തന്റെ സർവ്വശക്തിയും ആവാഹിച്ചുകൊണ്ട് 2 ഉഗ്രൻ ലെഫ്റ്റ് പഞ്ചുകൾ കൊടുത്തു. ഗാലറി ഒന്നടങ്കം ആവേശത്തോടുകൂടി എഴുന്നേറ്റ് നിന്നു. ആ 2 പഞ്ചുകളും താങ്ങാനാവാതെ ലിയോ വീഴാൻ തുടങ്ങിയെങ്കിലും പൊടുന്നനെ കരുത്തോടെ എഴുന്നേറ്റ ലിയോ ഒരു മാരകമായ പ്രഹരത്തിലൂടെ ദുലയെ വീണ്ടും നിലംപരിശാക്കി. നിലത്ത് വീണു കിടന്ന ദുലയുടെ ബോധം മറിഞ്ഞു തുടങ്ങി. ആ നിമിഷം അവളുടെ ഉള്ളിലേക്ക് പഴയ കാലത്തെ ഓർമ്മകൾ ഇരച്ചു കയറി. വീട് വിട്ടിറങ്ങുമ്പോൾ തിരിച്ചു കയറി ചെന്ന് സഹോദരിക്കും കുട്ടിക്കും പവർ ഓഫ് അറ്റോർണിയിൽ സൈൻ ചെയ്തു കൊടുത്തതും തന്റെ കാമുകനും കൂട്ടുകാരിയും ചേർന്ന് തന്നെ ചതിച്ചിട്ടും അവരുടെ വിവാഹത്തിന് പോയി ബ്രൈഡ് മെയ്ഡായി നിന്നു കൊടുത്തതും തന്റെ പ്രാണനെ പോലെ സ്നേഹിച്ച ഹാവോകുൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെ ബന്ധത്തെ വെറും തമാശയായി തള്ളിക്കളഞ്ഞതും ഡോഡുവിനെ സഹായിക്കാൻ പോയ റിയാലിറ്റി ഷോയിൽ വെറും കോമാളിയായി തന്നെ ചിത്രീകരിച്ചതും ഡോഡുവിന്റെ തന്നെ നിർബന്ധപ്രകാരം ബോധരഹിതയായി കിടന്നപ്പോൾ അവൾ തന്നെ കുറിച്ച് സഹപ്രവർത്തകരോട് ഇവൾ എന്റെ ആരുമല്ല, ഷോയ്ക്ക് വേണ്ടി വെറുതെ കൂട്ടുകൂടിയതാണെന്ന വേദനിപ്പിക്കുന്ന വാക്കുകളും
ഒടുവിൽ ജീവിതം അടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ മരണം പോലും തന്നെ സ്വീകരിക്കാതിരുന്ന ആ ഇരുണ്ട രാത്രി, നിങ്ങൾ ഒരിക്കലെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? ആ വാചകം ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അവളുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. ലക്ഷ്യത്തെക്കുറിച്ച് വീണ്ടും അവൾ ഓർത്തു. റഫറിയുടെ കൗണ്ട് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് അത്ഭുതകരമെന്നോണം അവൾ എഴുന്നേറ്റ് നിന്നു. 3-ാം റൗണ്ടിന്റെ ഫൈനൽ ബെൽ അടിച്ചു കഴിഞ്ഞിരുന്നു. മത്സരം അവസാനിച്ചെങ്കിലും വീണെടുത്തു നിന്നും എഴുന്നേൽക്കാൻ പഠിച്ച ആ നിമിഷം അവൾ ലോകത്തിന് മുൻപിൽ വിജയിച്ചു കഴിഞ്ഞിരുന്നു. അച്ഛനും അമ്മയും സഹോദരിയും ഹാവോക്കുഞ്ഞും അമ്പരപ്പോടെയാണ് ദുലയെ നോക്കി നിന്നത്. സ്റ്റേഡിയം ഒന്നടങ്കം ആവേശത്തോടെ കൈയടിച്ചപ്പോൾ അവളുടെ സഹോദരി ലേഡന്റെ കണ്ണുകളിൽ അന്നേ വരെ ഇല്ലാത്തൊരു അഭിമാനം നിഴലിച്ചിരുന്നു. ജിം ഓണർ പറഞ്ഞു, ഇത്രയും ആവേശകരമായ ഒരു പോരാട്ടം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. തന്റെ ജീവിതത്തിലെ ആ വലിയ മാറ്റം ദുലെ ആദ്യമായി വീചാറ്റിൽ അഭിമാനത്തോടെ പോസ്റ്റ് ചെയ്തു. പുറത്തിറങ്ങിയ ദുലയെ കാത്ത് ഹാവോക്കിന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ എതിരാളി ഒരു പ്രൊഫഷണൽ ഫൈറ്റർ ആയിരുന്നിട്ടും നീ പോരാടിയത് അതിശയിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളെ ഡിന്നറിന് ക്ഷണിച്ചു. അയാളുടെ വാക്കുകളിൽ പഴയ ബന്ധം വീണ്ടും തുടരാനുള്ള താല്പര്യം പ്രകടമായിരുന്നു. എന്നാൽ മറ്റൊരാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആടിത്തീർക്കാൻ ഇനി അവൾക്ക് സാധിക്കില്ലായിരുന്നു. അയാളുടെ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ച് അവൾ അവിടെ നിന്നും ഒഴിഞ്ഞുമാറി. സ്വയം കണ്ടെത്താൻ നടത്തുന്ന പോരാട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന സത്യം അവൾ ഇന്ന് തിരിച്ചറിയുന്നു. തന്റെ ലക്ഷ്യങ്ങളിലേക്ക് ബോക്സിംഗ് മൂവുകൾ ചെയ്തുകൊണ്ട് അവൾ ആത്മവിശ്വാസത്തോടെ ഓടിമറഞ്ഞു. 2024 ചൈനയിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ ഈ സിനിമയിലെ സംവിധായികയും നായികയുമായ ജിയ ലിങ് തന്റെ കഥാപാത്രത്തിനു വേണ്ടി 50 കിലോയോളം ഭാരം കുറച്ചത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു പ്രചോദനമായി മാറി. മൂവിയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു മൂവിയായിട്ട് കാണാം.